നമുക്ക് ഈ ചാപ്റ്ററിൽ ലേയേഴ്സിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മൾ ഒരു ഡ്രോയിങ് പ്ലാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സപ്പോസ് വാൾ, അല്ലെങ്കിൽ അതിൻ്റെ വിൻഡോ, അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ, ഡോർസ്, ടെക്സ്റ്റ്, അതെല്ലാം സെപ്പറേറ്റ് ലേയേഴ്സിലായിരിക്കും കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് ഓട്ടോക്കാഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ലേയേഴ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ഫസ്റ്റിലെ ലേയേഴ്സിൽ വരിക, ലെയർ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഡിഫോൾട്ട് 0 ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇവിടെ ആൾറെഡി വാളുണ്ട്. വാൾ ആൾറെഡി എൻ്റെ കളർ ഞാനത് ചൂസ് ചെയ്തിട്ടുണ്ട്, സിയാൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ലൈൻ ടൈപ്പ്, കണ്ടിന്യൂസ് സോളിഡ് കിടപ്പുണ്ട്. പിന്നെ അതുപോലെ ലൈൻ ടൈപ്പ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ് ഞാനിപ്പോൾ ഡിഫോൾട്ട് തന്നെ കൊടുത്തു 0. ഇനി അടുത്തത് ഞാൻ സെലക്ട് ചെയ്തു, വിൻഡോസ് കൊടുത്തു. വിൻഡോസ് എന്ന് ടൈപ്പ് ചെയ്തു. അതിൽ വിൻഡോസിൻ്റെ നമുക്ക് ആ കളർ കൊടുക്കാം. സപ്പോസ് ഞാനൊരു ഇവിടെ ഇഷ്ടമുള്ള നമുക്ക് കളർ ചൂസ് ചെയ്യാം നമ്മുടെ റെഫറൻസിനായിട്ട്. അതുപോലെ കമ്പനിയിലാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസ് കാണുന്നത്, സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ അതിൻ്റെ കളർ അല്ലെങ്കിൽ ലൈൻ ടൈപ്പ് എല്ലാം സെപ്പറേറ്റ് കാണാം, അതിൻ്റെ തിക്നെസ് ഒക്കെ. അപ്പോൾ ഞാനിത് കൊടുത്തു, 20 കൊടുത്തു. ലൈൻ ടൈപ്പ് അത് 0 തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് 0 അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. അടുത്തത് ഒന്ന് ഡോർസ് എടുത്തു, ഡോർ, അതിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് കൊടുത്തു 30. ലൈൻ ടൈപ്പ് ഇതെല്ലാം ലൈൻ വെയിറ്റ് അല്ലാതെ തന്നെ കൊടുത്തു, സെയിം തന്നെ കൊടുത്തു. ഇനി എടുത്തു, ഇനി ഡയമെൻഷൻ എടുത്തു, അതിൻ്റെ കളറ് സപ്പോസ് റെഡ് കൊടുത്തു. റെഡെന്ന് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ കൊടുത്തു. റെഡിൻ്റെ കളർ കൂടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം 30. അടുത്ത വീണ്ടും എടുത്തു, ടെക്സ്റ്റ് എടുത്തു. ടെക്സ്റ്റിൻ്റെ കളറ് സപ്പോസ് ഞാൻ ഈ യെല്ലോ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഡയമെൻഷൻ ഞാൻ ഇവിടെ നമുക്കൊന്നുകൂടെ എഡിറ്റ് ചെയ്യാം. അതിനായി ലൈൻ വെയിറ്റിൽ വരിക, ഞാൻ 0.05 കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ 0 ആണ് ഡിഫോൾട്ടായി കിടക്കുന്നത്. ഞാനത് മാറ്റിയിട്ട് വാളെടുത്തു. നമുക്കൊരു വാൾ വരയ്ക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി ലൈനിലൂടെ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ചോദിച്ചു. ഞാനിപ്പോൾ മുകളിലോട്ടൊരു 20,000 കൊടുത്തു. എൻ്റർ ചെയ്തു. വീണ്ടും ഞാൻ ലൈൻ കമാൻഡ് എടുത്തു. എല്ലെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഇത് സെലക്ട് ചെയ്യാം. ഞാൻ എല്ലെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. എൻ്റർ, സ്പേസ് കൊടുക്കാം, എൻ്റർ കൊടുക്കാം, രണ്ടും സെയിം ആണ്. സപ്പോസ് ഞാൻ എൻ്റർ കൊടുത്തു. ഫസ്റ്റ് പോയിൻ്റ് ചോദിച്ചു. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 25,000 കൊടുത്തു. എൻ്റർ ചെയ്തു. സപ്പോസ് ഒരു ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 25,000 എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. മീറ്റർ ആണെങ്കിൽ അതനുസരിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. 1 മീറ്റർ. സപ്പോസ് എനിക്കിപ്പോൾ ഇതിൻ്റെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് 2 പോയിൻ്റ് വേണം. അതിനായി ഇത് വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ്സെറ്റ് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട്, ഓഫ്സെറ്റ് കമാൻഡ് ഇവിടെയുണ്ട്, അത് ചൂസ് ചെയ്തുകൊണ്ട് 200 mm എടുത്തു. വാൾ തിക്നെസ് ഞാൻ 200 mm കൊടുത്തു. ഞാൻ ഇങ്ങോട്ട് സെലക്ട് ചെയ്തു, ഓഫ്സെറ്റ് ചെയ്തു, എൻ്റർ ചെയ്തു. വീണ്ടും ഞാൻ ഓഫ്സെറ്റ് കമാൻഡ് എടുത്തു. 200 കിടപ്പുണ്ട്. അപ്പം നമുക്കതിനെ എൻ്റർ ചെയ്താൽ മതി. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, മുകളിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതി, എൻ്റർ. ഇനി നമുക്ക് സപ്പോസ് ഒരു ബിൽഡിങ്ങിൻ്റെ റൂം സൈസിൻ്റെ ഒരു 3000 കൊടുക്കാം. അതിനെ ഓഫ്സെറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ടൈപ്പ് O എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ കിടക്കുന്നത് 200 ആണ്. അത് മാറ്റിയിട്ട് നമ്മൾ 3300 എന്ന് കൊടുത്തു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡയമെൻഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി അവിടുത്തെ ഒരു വാൾ തിക്നെസ് നമ്മൾ കൊടുത്തു. അതിൻ്റെ വാൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ 200 കൊടുത്തു. എൻ്റർ. ഓഫ്സെറ്റ് സപ്പോസ് O എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, ഓഫ്സെറ്റ് 200, എൻ്റർ. എൻ്റർ ചെയ്തു. വീണ്ടും ഞാൻ ഓഫ്സെറ്റ് കമൻറ്റ് നമുക്കിവിടെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് പഠിക്കുന്നതാണ് നമുക്ക് ബെറ്റർ. O എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതിൻ്റെ സൈസ് ഞാനൊരു 3000 കൊടുത്തു. എൻ്റർ ചെയ്തു, സെലക്ട് ചെയ്തു, ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തു, എൻ്റർ ചെയ്തു. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് O എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, 200 കൊടുത്തു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക,
അവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഒന്നുകൂടെ നമുക്ക് ഓഫ്സെറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് ഞാനൊരു 3600 കൊടുത്തു, എൻ്റർ ചെയ്തു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഏത് വശത്താണ് നമുക്ക് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. വീണ്ടും ടൈപ്പ് ഓഫ്സെറ്റ് കമാൻഡ് 200 വാൾ തിക്നെസ് കൊടുത്തു, എൻ്റർ കൊടുത്തു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഏത് സൈഡിലോട്ടാണ് വേണ്ടത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി എൻ്റർ കൊടുത്താൽ മതി. ഇനി നമുക്ക് മുകളിലോട്ടുള്ള റൂം സൈസ് കൊടുക്കാം. ഓഫ്സെറ്റായി കമൻറ്റ് കൊടുക്കുക അതിനായി, അല്ലെങ്കിൽ ടൈപ്പ് എന്നിട്ട് കീബോർഡിൽ എൻ്റർ കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് എത്രയാണ് നമുക്ക് വേണ്ടത്. ഞാനൊരു 3600 കൊടുത്തു, എൻ്റർ ചെയ്തു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഏത് വശത്തോട്ടാണ് നമുക്ക് വേണ്ടത്. നമുക്കിപ്പോൾ താഴോട്ടാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് മുകളിലോട്ടാണ്. അപ്പോൾ ഞാനവിടെ ക്ലിക്ക് ചെയ്തു, എൻ്റർ ചെയ്തു. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് എൻ്റർ ചെയ്തു, 200 കൊടുത്തു, എൻ്റർ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് ഒരു വിൻഡോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡയമെൻഷൻ അതൊക്കെ എങ്ങനെ കൊടുക്കണം എന്ന് നോക്കാം. സപ്പോസ് ഞാൻ ഒരു ഡയമെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിനായി ഞാൻ ഡയമെൻഷൻ ലെയേഴ്സ് ചൂസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള ബൈ ലെയേഴ്സ് അതെല്ലാം ഇവിടെ ബൈ ലെയർ വരും. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഡയമെൻഷനിൽ വരിക, ലീനിയർ എടുത്തു. ഞാൻ ഫസ്റ്റ് ഒബ്ജക്റ്റ് ചൂസ് ചെയ്തു, ഫസ്റ്റ് പോയിൻറ്റ് ചൂസ് ചെയ്തു, സെക്കൻഡ് പോയിൻറ്റ് ചൂസ് ചെയ്തു. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്നത് എത്രയാണ്, 200. ഇനി നമുക്ക് ഡയമെൻഷൻ വീണ്ടും ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷനുണ്ട്, ഡയമെൻഷൻ കണ്ടിന്യൂ. അതിനായി നമ്മൾ DIMC എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ അത് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് അടുത്ത പോയിൻറ്റിലോട്ട് എത്രയാണ് അത് വരും. ചൂസ് ചെയ്തു, അടുത്ത പോയിൻ്റ് ചൂസ് ചെയ്തു. അപ്പോൾ ഒറ്റ കമൻറ്റിൽ തന്നെ നമുക്ക് അതിനെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചൂസ് ചെയ്തു, നമുക്കവിടെ മതി. അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ കൊടുത്ത ആ ഡയമെൻഷനെല്ലാം അതേ കണക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് കമൻറ്റ് എടുക്കാം. ഇതിൻ്റെ സൈസ് വലുതാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ലെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാത്തത്. അടുത്തത് ഞാനതിൻ്റെ സൈസ് എങ്ങനെ നമുക്ക് ഒറ്റ കമൻറ്റ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അത് സിമ്പിളാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ ലെയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് 3000. നമ്മൾ ആ കൊടുത്ത ഡയമെൻഷനെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നതാണ്. 200 അടുത്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ വന്നാൽ മതി. ഇപ്പോൾ സെൻറ്ററിലാണ് ഈ ടെക്സ്റ്റ് എല്ലാം പ്ലേസ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കഴിയുന്നത്. 3000 നമ്മളെ കൊടുത്താലുള്ള ആ ഒരു റൂമിൻ്റെ സൈസ് ഇതെല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇനി അതിനെ അടുത്ത് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. അതിനായി ടെക്സ്റ്റ് കമൻറ്റ് വരിക, ടെക്സ്റ്റ് ലെയർ എടുക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി ലൈൻ ടെക്സ്റ്റ് എടുക്കുക. ഫസ്റ്റ് പോയിൻറ്റ്, സെക്കൻഡ് പോയിൻറ്റ്. നമുക്ക് വേണ്ടത് സപ്പോസ് അവിടെ ഒരു റൂമാണെന്ന് അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനവിടെ ടൈപ്പ് ചെയ്തു PLAN. അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നതല്ല. അത് കാരണം എന്താണെന്നുള്ള പറയാം. ഇതിപ്പോൾ ചെറിയ സൈസാണ്. ഇതിപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കൊരു ലെയറിനെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ സൈസ് എങ്ങനെ സ്കെയിൽ ചെയ്യണം അതെല്ലാം നമ്മളെ മുമ്പഴത്തെ പാട്ടെടുത്തുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ലെയേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് ഓരോ ലെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഇവിടെ വിൻഡോ എടുത്തുകൊണ്ട് ഞാനത് വിൻഡോ സെലക്ട് ചെയ്തു. വിൻഡോ സെലക്ട് ചെയ്ത് എനിക്ക് ഒരു വിൻഡോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ഞാൻ ലൈൻ എടുത്തു. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, പുറത്ത് വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് എടുക്കാം. അതിനെ നമ്മൾ ഫസ്റ്റ് ട്രിമ്മിൽ പോവുക, എൻ്റർ ചെയ്യുക. സപ്പോസ് ഞാനിത് രണ്ടും ട്രിം ചെയ്തു. കാരണം എനിക്ക് എൻ്റെ സെൻറ്റർ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഇപ്പോൾ വിൻഡോ ആക്റ്റീവ് ആയി കിടക്കുകയാണ്. അതിനായി ലൈൻ കമാൻഡ് എടുക്കുക. അതിൻ്റെ മിഡ് പോയിൻറ്റോട്ട് വരിക. അതിൻ്റെ പെർപെൻഡിക്കുലർ കൊടുത്തു. ഇപ്പോൾ ഒരു 3 പാളിയുള്ള ജനലാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഒരു 50-50-50 അതായത് 150 എങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ലൈൻ്റെ സെൻറ്ററാണ് നമ്മളെടുത്തത്. അതിനായി ഓഫ്സെറ്റ് ടൈപ്പ് ചെയ്യുക. 250 എന്നുള്ളത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും 250 കൊടുത്തു. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 250 കൊടുത്തു.
ഞാൻ ഡിലീറ്റ് ചെയ്ത ഒരു ബേസ് പോയിൻ്റ് ആയിരുന്നു, ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീണ്ടും അതിൻ്റെ ഓഫ്സെറ്റ് കമാൻഡ് എടുത്തിട്ട് ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 50 500 എടുത്തു, അവിടെ കൊടുത്തു. ഇതിൽ നിന്ന് 500 കൊടുത്തു, ലൈൻ എടുത്തു. സപ്പോസ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ മിഡ് പോയിൻറ്റ് ടു മിഡ് പോയിൻറ്റ് എടുക്കുമ്പോഴത്തേക്കാണ് ഇത് വിൻഡോയുടേതായിട്ടുണ്ട്. ഇത് കാണുന്ന ലെയർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിൻഡോ. ഇത് നമുക്ക് ഒരു ഡോർ വരയ്ക്കണമെങ്കിൽ സപ്പോസ് എനിക്ക് ഇവിടെ ഒരു 90 ആണ് വേണ്ടത്. ഓഫ്സെറ്റ് കൊടുക്കുക, ഒന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതിൻ്റെ ഡയമെൻഷൻ ഡോർ ഓപ്പണിങ്ങിൻ്റെ സൈസ് 900 എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി ഞാൻ ട്രിം കമാൻഡ് യൂസ് ചെയ്തു. TR എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ TR എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു, ഒരു എൻ്റർ ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നമുക്ക് ട്രിം ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ എടുത്തു. ഇത് ഒരു ഡോറിൻ്റെ ഒരു ഓപ്പണിംഗ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഡോറിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ആ ഡോർ എടുത്തു, ഇനി ഒരു ലൈൻ വരച്ചു. ഇനി ഇത് വരയ്ക്കുന്നത് ആർക്ക് കമൻറ്റോ അല്ലെങ്കിൽ സർക്കിൾ അങ്ങനെയുള്ള കമൻറ്റ് വെച്ചുകൊണ്ട് നമുക്കത് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ട്രിം എടുക്കുക, എൻ്റർ ചെയ്യുക. സപ്പോസ് ഇങ്ങനെ ആയിരിക്കും നമ്മളൊരു ഡോർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റൊട്ടേറ്റ് വരുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്നത്. റൊട്ടേറ്റ് കമൻറ്റ് എടുത്തു, ബേസ് പോയിൻ്റ് ഞാനിത് കൊടുത്തു. അപ്പോൾ ഓർത്തോ ഓണാണ്, അതിനായി നമ്മൾ ഓർത്തോ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓർത്തോ ഓഫ് എടുക്കാം, ഓർത്തോ ഓഫ് എടുത്തു. ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആറോ, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടോ ഒരു ഡോർ തുറക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ ലെയർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരച്ചേക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും, വിൻഡോ എന്നുള്ളതായിരിക്കും. ഇനി അടുത്ത ഇത് ഡയമെൻഷൻ ആയിരിക്കാം, ഇത് വാളായിരിക്കാം. ഇതൊരു എക്സാമ്പിളാണ്. ഇനി ടെക്സ്റ്റ് ഉണ്ട്, നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. സ്കെയില് ചെറുതാണ്, അതുകൊണ്ടാണ് നമുക്കത് ഈ രീതിയിൽ കാണാൻ കഴിയുന്നത്. അതിന് നമുക്ക് സ്കെയിൽ കമാൻഡ് കൊണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്കെയിൽ കമാൻഡ് എടുത്തു, പിന്നെ ബേസ് പോയിൻ്റ് കൊടുത്തു. ഇപ്പോൾ ആൾറെഡി ഉള്ളത് നമുക്ക് അതിൻ്റെ സൈസ് എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പർട്ടീസിൽ പോയാൽ അറിയാൻ പറ്റും. CH അടിക്കുക, അല്ലെങ്കിൽ സപ്പോസ് ഞാനിപ്പോൾ എന്നെ സ്കെയിൽ ചെയ്ത് സെലക്ട് ചെയ്തിട്ട് എനിക്കിപ്പോൾ വേണ്ടത് ഇപ്പോൾ ചെറിയ സൈസിലല്ലേ ഇപ്പോൾ കിടക്കുന്നത്. സപ്പോസ് ഇതിൻ്റെ ബേസ് പോയിൻ്റ് ഇപ്പോൾ ഒരു എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. CH എടുത്തു, CH എന്ന് ടൈപ്പ് ചെയ്യുക. CH എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ടെക്സ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ സൈസല്ല ഇവിടെ കണ്ട ടെക്സ്റ്റ് 200.2 ആണ് കിടക്കുന്നത്. ഞാനത് മാറ്റിയിട്ട് ഒരു 20 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ വലുതായതുണ്ടോ, അതിലും പറ്റില്ല. അപ്പോൾ നമുക്ക് 200 എടുക്കാം. ഇങ്ങനെയാണ് നമുക്കതിൻ്റെ സൈസ് വലുതാക്കാൻ പറ്റുന്നത് ടെക്സ്റ്റിൻ്റെത്. ഡയമെൻഷൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് D എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ വരുന്നത് ഡയമെൻഷൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതെങ്ങനെയാണെന്നുള്ളത്. സൂം ചെയ്താൽ മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒറ്റ കമൻറ്റിലൂടെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിനായി ഡിയിൽ വരിക, ടൈപ്പ് D, അതായത് D എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിൽ എൻ്റർ ചെയ്യുക. D ടൈപ്പ് ചെയ്യുക, എൻ്റർ. അതായത് ഡയമെൻഷൻ സ്റ്റൈൽ, അതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാൻ മോഡിഫൈ എടുത്തു, മോഡിഫൈയിൽ വന്നിട്ട് ഇത് ഡീറ്റെയിൽ ചാപ്റ്റർ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫിറ്റ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ലൈൻസിൻ്റെ അതിൻ്റെ തിക്നെസ് കാണിക്കാം, ആരോസ് കൊടുക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിനായി സെപ്പറേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് ടെക്സ്റ്റ്, അതിൻ്റെ സൈസ് എല്ലാം സെലക്ട് ചെയ്യാം. ഫിറ്റ് കൊടുക്കുക. ഇത് ഓവറാൾ സ്കെയിൽ ഞാനിപ്പോൾ 1 പറഞ്ഞാൽ കിടക്കുന്നത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു 100 കൊടുത്തെന്ന് വെച്ചോ. നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സെറ്റ് കറണ്ട്, ക്ലോസ്. അപ്പോൾ അത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ 100ൽ ഞാൻ മാറ്റിയിട്ട് നമ്മളിത് 200 സൈസ് കൊടുത്തു. ആ 200 കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ D എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഡയമെൻഷൻ സ്റ്റൈൽ മോഡിഫൈ സ്റ്റാൻഡേർഡ് എന്നുള്ളത്
നമ്മൾ മോഡിഫൈ ചെയ്യുകയാണ്. അതിൻ്റെ ഓവറോൾ സ്കെയിൽ ഞാൻ 100 ആണ് നമ്മൾ കിടക്കുന്നത്, അത് മാറ്റിയിട്ട് 200 കൊടുത്തു. ഓക്കെ കൊടുത്തു. സെറ്റ് കറണ്ട് കൊടുത്തു. ക്ലോസ് കൊടുത്തു. അപ്പോൾ കറക്റ്റ് അത് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡയമെൻഷൻ സ്റ്റൈലിൽ നമുക്ക് കൊടുക്കാൻ. അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ആരോ മാറ്റിയിട്ട് നമുക്ക് ക്രോസ് കൊടുക്കാം, സർക്കിൾ കൊടുക്കാം, ഡോട്ട് കൊടുക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലേയേഴ്സിനെ കുറിച്ചാണ് പറയേണ്ടത്, അതുകൊണ്ട് മാത്രം ഞാനത് ഈ ഒരു ഓപ്ഷൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിൻഡോ വരുമ്പോഴത്തേക്ക് നമുക്കത് ടെക്സ്റ്റിൻ്റെ ഇതിൽ തന്നെ പോകാം. നമുക്ക് ടെക്സ്റ്റ് കമൻ്റ് എടുക്കാം, മൾട്ടി ലൈൻ എടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിൻ്റ് കൊടുത്തു. നമുക്ക് ഇവിടെ തന്നെ മാറ്റാൻ കഴിയുന്നതാണ്. ഞാനിപ്പോൾ സപ്പോസ് ഒന്ന് കാണിച്ചു തരാം. W എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തു. വിൻഡോക്ക് ഷോർട്ട് കട്ട് നമ്മൾ W1 W2 അങ്ങനെ കൊടുക്കും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും, ചെറുതായിട്ട് കാണാൻ കഴിയുന്നതാണ് W. ഇത് നമുക്ക് 2-3 രീതിയിൽ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യുക, സ്കെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുക്കുന്നത് മാച്ച് പ്രോപ്പർട്ടീസ് ഇവിടെ കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ CH എന്ന് ടൈപ്പ് ചെയ്യുക. മാച്ച് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, CH എന്ന് ടൈപ്പ് ചെയ്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് നമുക്ക് ഇപ്പോൾ കിടക്കുന്ന ടൈപ്പ് 0.2 ആണ്. ഞാൻ മാച്ച് പ്രോപ്പർട്ടീസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനെ ഇത് ക്ലോസ് ചെയ്തു. ഈ പ്ലാൻ്റെ ഇതേ സൈസിൽ ഇതിനെ കൊണ്ടുവരണം. അതിനായി മാച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പോകാം. ജസ്റ്റ് സിമ്പിൾ ഈ ഒബ്ജക്റ്റിനെ ചൂസ് ചെയ്യുക. സോഴ്സ് ഒബ്ജക്റ്റാണ് ചോദിക്കുന്നത്, ഇതെടുക്കുക. ഡെസ്റ്റിനേഷൻ ഒബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്, ഇതിനെയാണ് നമുക്ക് ഈ ഒരു സൈസിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സൈസായി മാറുന്നതാണ്. ഇതിപ്പോൾ എല്ലാം ടെക്സ്റ്റ് എല്ലാം ഒരു ലെയറിൽ, ഈ ഡയമെൻഷൻ എല്ലാം വേറെ ലെയറിൽ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. വാള് വേറെ ലെയറിൽ, വിൻഡോ വേറെ ലെയറിൽ, ഡോറ് വേറെ ലെയർ. ഇതാണ് ലെയർ കമൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 3Dയിലോട്ട് പോകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിനെ ലേഔട്ടിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ ലെയർ ആവശ്യമില്ലാത്ത നമുക്ക് ഓഫ് ചെയ്യാൻ കഴിയുന്നതാണ്. ആവശ്യമുള്ളത് മാത്രം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തടുത്ത ചാപ്റ്ററിലോട്ട് പഠിക്കാൻ പറ്റും. നമുക്കിപ്പോൾ മെയിനായിട്ട് എങ്ങനെ ഒരു ലെയറിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കതിനായിട്ട് തന്നെ വീഡിയോ ലെയർ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് ഓരോന്ന് ഓഫ് ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ബൾബിൻ്റെ ഒരു സിമ്പിളാണ്, ബൾബ് ഓഫ് ചെയ്യുന്നു, ടേൺ എ ലെയർ ഓൺ ഓർ ഓഫ്. അപ്പോൾ ഞാനിപ്പോൾ ടെക്സ്റ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ലെയർ എന്ന് പറയുന്ന ടെക്സ്റ്റാണ്, അതാണ് അതിനെ ഓഫ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അത് കൊടുത്തു. അപ്പോൾ അത് ഓഫായിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് എനിക്ക് വേണ്ടത് ഡയമെൻഷൻ ഓഫ് ചെയ്യണം. ഞാൻ ഡയമെൻഷൻ ഓഫ് ചെയ്തു. അപ്പോൾ ഡയമെൻഷൻ പോയിട്ടുണ്ട്. വിൻഡോ ഓഫ് ചെയ്യണം, ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒബ്ജക്റ്റെല്ലാം ഓഫായി. ഇനി അതിനെ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ വീണ്ടും ആ ബൾബ് ഓൺ ചെയ്യുന്നു. അതെല്ലാം ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഓഫ് ചെയ്ത എല്ലാ ലെയറും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നമുക്കിതിനെക്കുറിച്ച് പറഞ്ഞു തരാം. സപ്പോസ് ഡയമെൻഷൻ സ്റ്റൈല്, ടെക്സ്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പറയാം. ലെയറിൽ തന്നെ ഒരുപാട് കമൻസ് ഉണ്ട്, ടേൺ ഓഫ് ഉണ്ട്, ഇവിടെ തന്നെ ഒരുപാടുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പറയാം. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണിത് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഏത് പ്ലാൻ എന്ത് വരച്ച് കഴിഞ്ഞാലും നമ്മളതിനെ ലെയറിലായിരിക്കും നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു ലൈനാണെങ്കിലും ഈവൻ ഒരു ടെക്സ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഓരോ ലെയറിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതാണ് അപ്പോൾ ലെയർ കമൻറ്റ്സ്. നമുക്കിതിൽ ഒത്തിരി പഠിക്കാനുണ്ട് ലെയേഴ്സിൽ. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പറയാം. നമുക്കിപ്പം മെയിനായിട്ട് പഠിക്കേണ്ടത് ഓട്ടോകാഡിൻ്റെ ബേസിലോട്ടാണ്. നമ്മളിപ്പം ബേസിക് സ്റ്റാർട്ടിങ് എന്നാണ് പറയുന്നത്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ക്ലിയറായിട്ട് അഡ്വാൻസിലോട്ട് പോകുന്നതാണ്. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് ഇതിന് നമുക്ക് ഒരുപാട് ടൂൾസ് കമൻറ്റ്സൊക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓട്ടോ ലിസ്റ്റ് എന്നുള്ള കമൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ബേസ് പഠിക്കുക, ബേസിൽ നിന്ന് അഡ്വാൻസിലോട്ട് നമുക്ക് പോകാൻ കഴിയും. പിന്നീട് 3Dയിൽ വരുമ്പോഴത്തേക്ക് ഈ ലെയേഴ്സ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ളതാണ്, നല്ല രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അതിൻ്റെ എല്ലാം നമുക്ക് ഓരോന്ന് ബേസ് ഫസ്റ്റിലെ പാർട്ട് 1 to നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് കംപ്ലീറ്റ് പഠിക്കാം. ഫസ്റ്റിലെ നമുക്ക് ഇതിപ്പോൾ മനസ്സിലായല്ലോ. നമുക്കല്ലാതെ ഇതിൻ്റെ തന്നെ
ലേയേഴ്സ് ഓഫ്, ലേയേഴ്സ് ഓൺ, അങ്ങനെയുള്ള ടൈപ്പ് നമുക്ക് ലേ ഓഫ് ഇവിടെ കാണാൻ കഴിയുന്ന ലേ ഓഫ് ഉണ്ട്, ലേ ഓൺ ഉണ്ട്. സപ്പോസ് ഞാൻ ലേ ഓഫ് കൊടുത്തു, നമുക്ക് ഇവിടെ ഓഫ് ചെയ്യുന്നതിന് കാര്യം നല്ലത് നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് കൊടുത്ത് നമുക്ക് ഓരോന്നോരോന്ന് ഓഫ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ലേ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ LAYON എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് എല്ലാ ലെയറും ഓണായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഓട്ടോകാഡ് പഠിക്കുമ്പോൾ എപ്പോഴും ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറയുന്നുണ്ടാണ് നമ്മൾ ഈ കമൻറ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് ചൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാത്തിനും സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ടാണ് ഈസി എന്നത്. ഇപ്പോൾ ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈനാണ് വേണ്ടെങ്കിൽ നമുക്കറിയാം ലൈനാണ് വേണ്ടത്. അപ്പോൾ എല്ലാം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ പ്രിവ്യൂ വരുന്നുണ്ട്. ലൈൻ തുടങ്ങുന്ന കമൻറ്റ്സ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. സപ്പോസ് സർക്കിളാണ് വേണ്ടെങ്കിൽ C എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ എൻ്റെ പ്രിവ്യൂ കാണാൻ കഴിയുന്നതാണ്. C ആണെങ്കിൽ സർക്കിൾ, CO എന്ന് പറയുമ്പോഴത്തേക്ക് കോപ്പി, അങ്ങനെ ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. അതൊക്കെ നമുക്ക് അടുത്തടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ലേയേഴ്സിനെ കുറിച്ചാണ്. നമുക്ക് അത്യാവശ്യം ബേസിക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്.